നരേന്ദ്രമോദിക്ക് അപ്രിയമായ സത്യങ്ങൾ പറയുന്ന ആളാണ് മുൻ കാശ്മീർ ഗവർണർ സത്യപാൽ മാലിക്. സത്യപാൽ മാലിക്കിൻ്റെ വീട്ടിലും സ്ഥാപനങ്ങളിലും CBI റെയ്ഡ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏകാധിപതി അയാളുടെ ഏജൻസികളെ ഉപയോഗിച്ച് തന്നെ ഉപദ്രവിക്കുന്നുവെന്ന് മാലിക് പറയുന്നു. എന്താണ് ഇതിൻ്റെ യഥാർത്ഥ വസ്തുത? എല്ലാവരും പറയുന്ന കാര്യം മാലിക്കും പറയുന്നു. പക്ഷെ മാലിക് BJP-കാരനല്ലേ? ആയിക്കോട്ടെ, അങ്ങനെ ഈ ഏകാധിപതി പിന്നെ ഏജൻസികളെ ദുരുപയോഗം ചെയ്യുന്നു. ഇത് വ്യാപകമായിട്ട് പിടിക്കപ്പെടുന്ന എല്ലാ രാഷ്ട്രീയക്കാരും പറയുന്ന ഒരു പറച്ചിലാണിത്. പൊളിറ്റിക്കൽ വെൻഡറ്റ, ഞാൻ എതിരഭിപ്രായം പറഞ്ഞതുകൊണ്ട് എന്നെ ഉപദ്രവിക്കുന്നു. വാസ്തവത്തിൽ സത്പാൽ മാലിക് പറഞ്ഞ എതിരഭിപ്രായം എന്താ? അതിൻ്റെ മെരിറ്റ് ഒന്ന് നോക്കി. പുൽവാമ അറ്റാക്ക് ഈ പട്ടാളക്കാരെ വിമാനത്തിൽ കൊണ്ടുപോയിരുന്നെങ്കിൽ ഇതുണ്ടാവില്ലായിരുന്നു. എന്തുകൊണ്ട് ബസ്സിൽ പോയി? ഞാൻ അന്നേരം പറഞ്ഞതാണ് വിമാനത്തിൽ കൊണ്ടുപോകാൻ. ഞാൻ പറയുന്നത് മിലിറ്ററിയുടെ ഒരു ഡിസിഷൻ, വെദർ ടു ഗോ ബൈ ബസ് ഓർ എയർലിഫ്റ്റ് ദ പീപ്പിൾ, അത് മിലിറ്ററിയുടെ ഒരു ഡിസിഷനാണ്. ആ ഡിസിഷൻ തെറ്റിപ്പോയി എന്ന് തന്നെ വയ്ക്കുക. എന്ത് ചെയ്യണം നരേന്ദ്രമോദി? പട്ടാളക്കാർ ബോധമില്ലാതെ പ്രവർത്തിച്ചു എന്ന് പരസ്യമായിട്ട് വിളിച്ച് പറയണം. പകരം മോദി പറഞ്ഞു താനൊന്നും മിണ്ടാതിരിക്കുക. ഇതല്ലേ ഒരു ഭരണാധികാരിക്ക് ചെയ്യാൻ പറ്റുക? മേ ബി സത്യപാൽ മാലിക് പറയുന്നത് ശരിയായിരിക്കാം. ഇപ്പോൾ പിന്തിരിഞ്ഞ് നോക്കുമ്പോൾ എല്ലാവർക്കും അറിയാം, അത്രയും പട്ടാളക്കാരെ ബസ്സിൽ കൊണ്ടുപോകുന്നതിന് പകരം വിമാനത്തിൽ കൊണ്ടുപോയിരുന്നെങ്കിൽ വഴിയിൽ വെച്ച് ടെറർ അറ്റാക്ക് ഉണ്ടാകുമായിരുന്നില്ല. ഇത് ഈ സംഭവം കഴിഞ്ഞ് നമുക്കുണ്ടാകുന്ന ബോധോദയമാണ്. ഇതുണ്ടായില്ലായിരുന്നെങ്കിൽ ഇതാരും അറിയുക പോലുമില്ല. പട്ടാളക്കാരെ ബസ്സിൽ ട്രക്കിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊണ്ടുപോകാറുണ്ട്. Okay, accepted our military has committed a blunder, a mistake. Shall we announce it to the world that our military is foolish? അവരെത്രയോ ഓപ്പറേഷൻസ് നടത്തുന്നു. ഒരു സ്ഥലത്ത് അവർക്കൊരു എറർ ഓഫ് ജഡ്ജ്മെൻറ്റ് പറ്റിയാൽ പ്രധാനമന്ത്രി അവരുടെ കൂടെ നിൽക്കണോ അതോ ഈ പോങ്ങൻ ലഫ്റ്റനൻ്റ് ജനറലിൻ്റെ കൂടെ നിൽക്കണോ? ഇയാൾ എന്ത് ഉത്തരവാദിത്തമില്ലാത്ത പ്രസ്താവനയാണ് നടത്തിയത്? ഇയാൾ പറഞ്ഞുകൂടാത്തതല്ലേ? നമ്മളൊരു പോസ്റ്റിലിരിക്കുമ്പോൾ, എസ്പെഷ്യലി മിലിറ്ററി ഒക്കെ ഇൻവോൾവായിട്ടുള്ളൊരു ഓപ്പറേഷനിൽ നമ്മളിരിക്കുമ്പോൾ മരണം വരെ ആ രഹസ്യം പുറത്തു പറയാൻ പാടില്ല. ഒരു പൗരൻ എന്നുള്ള നിലയ്ക്ക് നമ്മളത് പുറത്തു വിടാൻ പാടില്ല. നമ്മളെ തന്നെ മുറയിൽ തകർക്കുന്ന രീതിയിൽ ശത്രു രാജ്യങ്ങൾക്ക് മുമ്പിൽ നമ്മുടെ പട്ടാളത്തെ കൊച്ചാക്കുന്ന രീതിയിൽ അത് ചെയ്തുകൂടാ. ഞാൻ പറയട്ടെ, 1962 ചൈനീസ് വാർ നമ്മൾ തോറ്റതിൻ്റെ പേരിൽ ഏതെങ്കിലും പട്ടാളക്കാരനെ ആരെങ്കിലും പരിഹസിച്ചോ? ഒരു നാടൻ ചായക്കടയിലിരുന്നുകൊണ്ട് ചേട്ടൻ തോറ്റുപോയി ഓടിയില്ലേ ചേട്ടാ എന്നൊരു പരിഹാസവാക്ക് പോലും ഒരു മനുഷ്യൻ പറഞ്ഞിട്ടില്ല. പകരം നമ്മൾ ചെയ്തത് എന്താ? കേരളത്തിൽ നമ്മൾ ചൈനീസ് ബോർഡറിൽ നിന്നൊക്കെ എത്ര ദൂരെയുള്ള ആൾക്കാരാണ്. അന്നിറങ്ങിയ സിനിമയിൽ ജയ 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 ജന്മഭൂമി എന്നുള്ള പാട്ട് വെച്ചാണ് നമ്മൾ നമ്മുടെ മുറയിൽ കാത്തു സൂക്ഷിച്ചത്. ഭാരതമെന്നാൽ പാരിൻ നടുവിൽ കേവലം ഒരു പിടി മണ്ണല്ല എന്നുള്ള പാട്ട് കൊണ്ടാണ് നമ്മൾ പട്ടാളക്കാർക്കും നമ്മുടെ ആൾക്കാർക്കും ആത്മവിശ്വാസം ഉണ്ടാക്കിയത്. ഇതല്ലേ ഉത്തരവാദിത്തപ്പെട്ട ഒരു മനുഷ്യൻ ചെയ്യേണ്ടത്? അത് ചെയ്തില്ല. അങ്ങനെ ഒരുമാതിരി ഉഴപ്പ് കളിച്ചു. ഇപ്പോൾ അവിടുത്തെ ഒരു ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഹൈഡ്രോ പവർ പ്രൊജക്ട് കിറു അതുമായിട്ട് ബന്ധപ്പെട്ട അഴിമതി അന്വേഷിക്കുന്ന കൂട്ടത്തിൽ ഇദ്ദേഹത്തിൻ്റെ വീട് സെർച്ച് ചെയ്തു. ആ വീട് സെർച്ച് ചെയ്തിട്ട് ഇത് നോക്കണം. ഞാൻ ഞെട്ടിപ്പോയത് ആ പത്ര റിപ്പോർട്ടിൽ ഹിസ് പ്രിമൈസസ് ആൻഡ് 29 അതർ പ്ലേസസ്, ബന്ധപ്പെട്ട 29 കേന്ദ്രങ്ങൾ. ഇപ്പോൾ 29 30 സ്ഥലത്ത്. ഇപ്പം ഞാൻ ഒരു അഴിമതി കാണിച്ചു, എൻ്റെ കാശ് കൊണ്ടുപോയിട്ട് ഞാൻ മുത്തൂറ്റിലോ കൊശമറ്റം ഫൈനാൻസിലോ ഒക്കെ ഇട്ടു. ശരി, ഒരു സ്ഥലത്ത് കൊശമറ്റത്തും കൂടെ നോക്കി. ഇത് 30 സ്ഥലത്ത് റെയ്ഡ് ചെയ്യണമെങ്കിൽ 30 സ്ഥലം ഇദ്ദേഹത്തിൻ്റെ ആയിരിക്കണം, ഇദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലങ്ങൾ. എന്നിട്ട് അവിടെ നിന്നാണ് ക്യാഷ് അത് ഇതൊക്കെ കണ്ടുപിടിച്ചു. ഡിജിറ്റൽ എവിഡൻസ് വരെ അവർ കണ്ടുപിടിച്ചു എന്ന് പറയുന്നു. ഇദ്ദേഹം പറയുന്നു ഞാൻ ആശുപത്രിയിലാണ്, എനിക്കൊന്നും അറിയില്ല, 2 ദിവസമായിട്ട് ചികിത്സയിലാണ് ആയിരിക്കും. ബട്ട് ഇദ്ദേഹത്തിൻ്റെ വീട് പ്ലസ് 29 സ്ഥലം, മൊത്തം 30 സ്ഥലങ്ങളിൽ റെയ്ഡ് ചെയ്യണമെങ്കിൽ 30 സ്ഥലം ഇദ്ദേഹത്തിന് ആക്സസിബിളായിട്ടുള്ള 30 സ്ഥലങ്ങളുണ്ടെന്നില്ല അർത്ഥം. അതെ, ഇത് മൊത്തം നുണയാണ്. ഇതെല്ലാം ആ പുൽവാമയുടെ പേരിൽ എഴുതി രക്ഷപ്പെടാമെന്നാണ് സത്യപാൽ മാലിക് കരുതുന്നത്. അല്ല, പുൽവാമയുടെ കാര്യത്തിൽ ഒരു പെശകല്ലേ? അതായത് പുൽവാമയ്ക്ക് മുമ്പും അതിനുശേഷവും ആർമി ഡിപ്ലോയ്മെൻറ്റ് നടക്കുന്നത് മുഴുവൻ ട്രക്കുകളിൽ തന്നെയാണ്.
എല്ലാവരും എയർ ലിഫ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഞാൻ പറയട്ടെ സുനിൽ, എയർ ലിഫ്റ്റ് ചെയ്യണമായിരുന്നു എന്ന് ഒരു സംഭവം കഴിയുമ്പോൾ ഉണ്ടല്ലോ, നിങ്ങൾക്ക് ഒരുപാട് ബാധിക്കാൻ പറ്റും. അതെ, ഒരു ആക്സിഡൻറ്റ് കഴിയുമ്പോൾ അങ്ങനെ ചെയ്താൽ ഒഴിവാക്കാൻ പറ്റും. ഇടതുവശത്ത് ഇത്രയും സ്ഥലം ഉണ്ടായിട്ട് ചേട്ടൻ വലത്തോട്ട് വെട്ടി, എന്തിനാണെന്ന് ചോദിച്ചാൽ അപ്പോൾ വലത്തോട്ട് വെട്ടിച്ചു, അതാണ് ആക്സിഡൻറ്റ്. അപ്പോൾ ആക്സിഡൻറ്റ് കഴിയുമ്പോൾ നമുക്ക് എല്ലാം ബുദ്ധിമുണ്ട്, പക്ഷേ ഇങ്ങോട്ട് എടുത്താൽ പോരെ, വണ്ടി അങ്ങോട്ട് എടുത്താൽ പോരെ, താനൊന്ന് വെട്ടിച്ചാൽ പോരായിരുന്നു, ഇതൊക്കെ നമ്മൾ പറയും. പക്ഷേ അയാൾക്ക് വെട്ടിക്കാൻ തോന്നിയില്ല, ഇയാൾക്ക് അങ്ങോട്ട് തന്നെ വെട്ടി, ഇതാണ് ആക്സിഡൻറ്റ്. അപ്പോൾ അങ്ങനെ ഈ എവരിബഡി ഈസ് വൈസ് ആഫ്റ്റർ ആൻ ഇൻസിഡൻറ്റ് എന്ന് പറയും. ആ കൂട്ടത്തിൽ സത്യപാൽ മല്ലിക്കും മിടുക്കനായി. സത്യപാൽ മല്ലിക് ആ സമയത്ത് ജമ്മു കാശ്മീർ ഗവർണർ ആയതുകൊണ്ട് അദ്ദേഹത്തിന് വിലയുണ്ട്. വേറെ ഒരുപാട് പേര് ഇത് പറഞ്ഞു, എന്തിനാണ് ഈ റോഡ് മാർഗം പോയത്, നിങ്ങൾ എയർ ലിഫ്റ്റ് ചെയ്തിരുന്നെങ്കിൽ ഈ തലവേദന ഉണ്ടായിരുന്നില്ല എന്ന് എല്ലാവരും പറഞ്ഞു. ഫൈൻ എന്ന് പറഞ്ഞു. പക്ഷേ അന്നത്തെ പട്ടാള മേധാവികളുടെ തീരുമാനം ഇറ്റ് ഈസ് സേഫ് ടു ഗോ ബൈ റോഡ്, അല്ലെങ്കിൽ അവരെടുത്ത ഒരു ഡിസിഷൻ. ഇത് ഈ പുൽവാമ അറ്റാക്ക് ഇല്ലായിരുന്നെങ്കിൽ അവരുടെ ഡിസിഷൻ കറക്റ്റ് ആയിരുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു ടെറർ അറ്റാക്ക് ഉണ്ടാകുമെന്ന് മുൻകൂട്ടി അറിഞ്ഞ് അതുകൊണ്ട് എയർലിഫ്റ്റ് ചെയ്യാനായിട്ട് ചെയ്യുന്നതിൽ അവർ പരാജയപ്പെട്ടു എന്നാണ് വാദം. പരാജയപ്പെട്ടു എന്ന് തന്നെ വെച്ചോ, അതിലിത്ര ചെണ്ടയടിക്കാൻ എന്താ? ഒരുപാട് ഓപ്പറേഷൻസ് പരാജയപ്പെടാറുണ്ട്. ഒരു യുദ്ധം നടക്കുമ്പോൾ തന്നെ പലതരത്തിൽ നമ്മുടെ മൂവ്മെൻറ്റ്സ് ഫെയിലായി പോകും. കാരണം നമ്മളെക്കാൾ സ്മാർട്ടാണ് ശത്രു ആ സ്ഥാനത്തെങ്കിൽ നമ്മൾ തോറ്റുപോകും. തോറ്റുപോകുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? അയ്യോ ഞങ്ങൾ തോറ്റേ എന്നും പറഞ്ഞ് വിളിച്ചു പറയുകയാണോ ചെയ്യുന്നത്? ഇല്ല, നമ്മൾ വേറൊരു വശത്തുകൂടെ അവനെ പൂട്ടും. ഇതൊക്കെയല്ലേ ചെയ്യുന്നത്. ഇങ്ങനെ മാത്രമാണോ ജമ്മു കാശ്മീരിൽ ലഫ്റ്റനൻറ്റ് ഗവർണറായിട്ടിരുന്നത്? ലഫ്റ്റനൻറ്റ് ഗവർണറായിട്ടിരുന്നിട്ട് ദീർഘകാലം ഇരുന്ന മനുഷ്യനാണ് ജഗ്മോഹൻ. 2 ടേം. അന്ന് നരേന്ദ്രമോദിയൊന്നുമില്ല, VP സിംഗും രാജീവ് ഗാന്ധിയൊക്കെ കളിക്കുന്ന കളികളാണ്. അദ്ദേഹം ഒരു പുസ്തകം എഴുതി, ദ ഫ്രോസൺ ടർബുലൻസ്. വായിച്ചു നോക്കണം, സാമാന്യം വലിയ പുസ്തകമാണ്. അതിൽ അദ്ദേഹം മിലിറ്ററിയെ പറ്റി, എയർഫോഴ്സിനെ പറ്റി, ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷനെ പറ്റി ഒക്കെ സത്യസന്ധമായി വിലയിരുത്തുന്നുണ്ട്. പക്ഷേ ഒരൊറ്റ ക്രിറ്റിസിസം ഇല്ല. അദ്ദേഹം പറയുന്നുണ്ട്, ഇതുപോലത്തെ വേറൊരു വഴിക്കാണ് നമ്മൾ ഓപ്പറേറ്റ് ചെയ്തിരുന്നെങ്കിൽ ഇത്രയധികം ആൾനാശം ഉണ്ടാകുമായിരുന്നില്ല. ബട്ട് ഈ ഒരു ഡിസിഷൻ എടുക്കാൻ ഇന്ന കാര്യവുമുണ്ട്. ഹി ജസ്റ്റിഫൈസ് അവർ ഡിസിഷൻ. ഓക്കെ, ഇറ്റ് ഫെയിൽഡ്, ദാറ്റ് ഈസ് അനദർ തിങ്. നമ്മളെടുത്ത വണ്ടി എല്ലാ രീതിയിലും നല്ല വണ്ടിയായിരുന്നു, അതൊരു ആക്സിഡൻറ്റിൽ പെട്ടു എന്നുള്ളത് കൊണ്ട് വണ്ടി മോശമാകുന്നില്ല. സോ വാട്ട് ഹി സേസ് ഈസ് അവർ ഡിസിഷൻ വാസ് റൈറ്റ്, ബട്ട് ഇംപ്ലിമെൻറ്റേഷനിൽ പോയി കഴിഞ്ഞപ്പോൾ അവിടെ മഞ്ഞിടിഞ്ഞു വീണു. ഇതിനകത്ത് ഒരു വേറൊരു വാദമുണ്ടല്ലോ, അതായത് ഈ മറ്റേ കിറു ഹൈഡൽ പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട് സത്യപാൽ മാലിക് ഈ പുൽവാമയോട് അടുപ്പിച്ച് വേറെ വെളിപ്പെടുത്തൽ നടത്തിയിരുന്നു. തനിക്ക് ഇവർ ഒരു 300 കോടി രൂപ ഓഫർ ചെയ്തിരുന്നു എന്ന് ഇദ്ദേഹം ഏറ്റു പറഞ്ഞു. അതൊരു പുള്ളിയെ സാക്ഷിയായി ഉൾപ്പെടുത്തി. ഒരു മുൻകൂർ ജാമ്യമായിട്ട് വേണം ഇപ്പോൾ എടുക്കും. ഇപ്പോൾ അങ്ങനെ കരുതണം അല്ലേ? ആ 300 കോടി ഇങ്ങനെ വാങ്ങിച്ചിരുന്നോ ഇല്ലയോ അത് പറയുന്നുമില്ലല്ലോ. എനിക്ക് ഓഫർ ഉണ്ടായിരുന്നു എന്നേ പറഞ്ഞോളൂ. ലേറ്റർ ഓൺ ഇങ്ങനെ വാങ്ങിയിരുന്നോ അത് അറിയില്ല. കാരണം ഇതിലെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബോർഡ് മീറ്റിംഗ് കൂടിയിട്ട് ഈ KSCB പോലൊരു ബോർഡുണ്ടല്ലോ, ഈ ബോർഡ് കൂടിയിട്ട് ഇത് ടെൻഡർ ചെയ്യാൻ തീരുമാനിക്കുന്നു. പിന്നെ ടെൻഡർ പ്രോസസ്സ് നേരെയെല്ലാം നടന്നത് ഇതിനകത്ത് കള്ളത്തരമുണ്ടെന്ന് പറഞ്ഞിട്ട് അത് ക്യാൻസൽ ചെയ്യാൻ തീരുമാനിക്കുന്നു. ആ ക്യാൻസൽ ചെയ്യാൻ തീരുമാനിച്ചത് അടുത്ത ബോർഡ് കൂടുമ്പോൾ ആ ക്യാൻസലേഷൻ ക്യാൻസൽ ചെയ്യുന്നു. ഇങ്ങനെയൊക്കെയുള്ള സംശയാസ്പദമായ ഒരുപാട് കാര്യങ്ങൾ ഇതിലുണ്ട്. അതാണ് CBI അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഇയാളുടെ ക്രെഡിബിലിറ്റി മുമ്പൊരിക്കൽ വന്നതാണല്ലോ. അമിത്ഷായെ കൂട്ടി ഏതൊരു കാര്യം പറഞ്ഞ് ഞാൻ വെറുതെ കള്ളം പറഞ്ഞാണെന്ന് അത് പറഞ്ഞിട്ട് അത് ഞാൻ ഓർക്കാതെ പറഞ്ഞു പോയതാണ്. അങ്ങനെ ഉണ്ടായില്ല, കളവ് പറഞ്ഞാണെന്ന് പുള്ളി പറഞ്ഞു. അമിത്ഷായും മോദിയും തമ്മിൽ പ്രശ്നം. അത് ഈ ലൂസ് കാനൻ എന്ന് പറയുമല്ലോ, ചിലപ്പോൾ ഒരു പക്ഷേ അല്പം വെള്ളം അടിച്ചിരുന്നപ്പോഴും പറഞ്ഞതായിരിക്കാം ഒരു പരദൂഷണം എന്നുള്ള നിലയ്ക്ക്. അദ്ദേഹം എന്ന് പറഞ്ഞത്, അമിത്ഷാ പറഞ്ഞു അങ്ങേർക്ക് ബോധമില്ല, ബുദ്ധിയില്ലാത്തവനാണ്, ഒന്നും പറഞ്ഞാൽ കേൾക്കില്ല ചേട്ടൻ എന്നൊക്കെ പരദൂഷണമായിട്ട് സത്യപാൽ മലിക്കിനോട് പറഞ്ഞു. അല്ല, അമിത്ഷായുടെ അടുത്ത് എനിക്ക് അത്രയ്ക്ക് ഹോൾഡ് ഉണ്ടെന്ന് സ്ഥാപിക്കാനും ഏതായാലും അമിത്ഷാ ഒന്ന് കണ്ണുപൊക്കി ഇങ്ങനെ നോക്കിയപ്പോൾ തന്നെ ഇദ്ദേഹം കീഴടങ്ങി. ഞാൻ അങ്ങനെ ഇല്ല, ഞാൻ പറഞ്ഞു, പക്ഷേ ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്, ഇങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞു. അമിത്ഷാ അങ്ങ് വിട്ടു. എന്തെങ്കിലും വാവളപ്പം പറഞ്ഞിട്ട് പോട്ടെ എന്ന് വിചാരിച്ചിട്ട് അമിത്ഷാ ഇതൊന്നും അഫക്റ്റ് ചെയ്യുന്ന, ഇങ്ങനെ നമ്മൾ ഒരു കൊച്ചു വർത്താനൊന്നും അഫക്റ്റ് ചെയ്യുന്ന ക്യാരക്ടറല്ല അമിത്ഷാ. BJP അല്ലേ? ആയിക്കോട്ടെ, BJP ഈ സുനിൽ പറയാൻ പോകുന്ന ഈ കമ്മ്യൂണിസ്റ്റ് തത്വമാണ്. ഇയാൾ BJP-കാരനല്ലേ, ഇയാളെ പുറത്താക്കണ്ടേ അല്ലേ? അതെ, അത് ചെയ്യില്ല BJP. ഇതിലും വലിയ ക്രിറ്റിസിസമാണ് മീഡിയ ഒക്കെ പറയട്ടെ, ഫെയർ ക്രിറ്റിസിസം. ഈ സത്യപാൽ മലിക്കിനെ പോലെ പരദൂഷണമല്ല,
ഫെയർ ക്രിറ്റിസിസം. ഈവൻ കഴിഞ്ഞ ആഴ്ച സുബ്രഹ്മണ്യൻ സ്വാമി JP നഡ്ഡയ്ക്ക് കത്തയക്കുന്നു. പാർട്ടിക്കുള്ളിൽ നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡൻ്റ് അല്ല, സെക്കൻഡ് ടൈം പ്രസിഡൻ്റ് ആവണമെങ്കിൽ ഇന്ന പ്രൊസീജിയർ ഫോളോ ചെയ്യണം, അത് നിങ്ങൾ ചെയ്തിട്ടില്ല, നിങ്ങളത് കറക്റ്റ് ചെയ്തില്ലെങ്കിൽ 1 മാസത്തിനകം നിങ്ങൾക്കെതിരെ ഞാൻ നിയമ നടപടി എടുക്കും. എന്നിട്ട് സ്വാമിയെ പുറത്താക്കിയില്ല. ഇവർ ചെയ്തെന്താണെന്നറിയാമോ? കഴിഞ്ഞ നാഷണൽ എക്സിക്യൂട്ടീവിൽ അത് റെഗുലറൈസ് ചെയ്തു. രണ്ടാമതും പ്രസിഡൻ്റ് ആക്കാനുള്ള അധികാരം പാർലമെൻ്ററി ബോർഡിനുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു അമെൻമെൻറ്റ് പാസ്സാക്കി പാർലമെൻ്ററി ബോർഡ് കൂടിയിട്ട് JP നഡ്ഡയുടെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് സാധുവാക്കി. കാരണം അവർക്കറിയാം ഇത് കോടതി ഒരു കാര്യമുണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ എന്നിട്ട് സ്വാമിയെ പുറത്താക്കിയോ? പക്ഷേ ഇതിനകത്തുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇന്നലിപ്പോൾ ഞാൻ ഈ കുപ്രസിദ്ധമായ ഔട്ട് ഓഫ് ഫോക്കസ് എന്നുള്ള അടുപ്പുകൂട്ട് ചർച്ച കണ്ടു. അതിനകത്ത് സത്യപാൽ മാലിക്കിൻ്റെ വിഷയമാണ്. അതിനകത്ത് അജിംസ് പറയുന്നത് BJP-ക്കാരൻ തന്നെയാണിത് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ആ അടിക്ക് ആക്കം കൂടും. പിന്നെ മറ്റൊന്ന് പറഞ്ഞു ടി ജി, അതാണ് എനിക്ക് ഞെട്ടിയത്. പുൽവാമയാണ് കഴിഞ്ഞ പ്രാവശ്യം തെരഞ്ഞെടുപ്പിൽ ജയിപ്പിച്ചത്. ഇതുവരെ രാമക്ഷേത്രം എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. അതിന് ക്ഷീണം പറ്റിയാൽ മറ്റൊരു പുൽവാമ ഉണ്ടാകുമോ എന്ന് പറയുന്ന ഒരു ദേശവിരുദ്ധമായ ഒരു പരാമർശം പോലും അവർ നടത്തി. ഈ അജിംസിനെ ഒന്നും ഗൗരവമായിട്ട് എടുക്കരുത്. അതാണ് ഞാൻ പറയുന്നത്. ഈ പെർപ്പച്വലി ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളാണ്. Even they don't even represent Muslims. They represent Jamaat-e-Islam, a very minuscule group in Kerala. അവർക്കൊരു ചാനലുണ്ട്. അവരതിനകത്ത് അവർക്ക് ഞാൻ കൂട്ടിയത് ആ മീഡിയയെ ആയിക്കോട്ടെ. ആ മീഡിയയ്ക്ക് എന്ത് റീച്ചുണ്ട്? ആര്? പക്ഷെ അവർ ചെയ്യുന്ന ജോലി, ഇപ്പോൾ സുപ്രീം കോടതി അവരോട് പ്രവർത്തിക്കാൻ പറഞ്ഞ സ്ഥാപനമാണ്. അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി അല്ല, അത് ശരി, സുപ്രീം കോടതി അനുവദിച്ചു, അതുകൊണ്ട് അവർ മഹാനൊന്നും ആകുന്നില്ല. എൻ്റെ ചാനൽ നടത്തിക്കോ എന്ന് സുപ്രീം കോടതി പറഞ്ഞു. എന്തും പറഞ്ഞോ? എന്ത് വേണമെങ്കിലും പറഞ്ഞോ? എന്ത് വേണമെങ്കിലും പറഞ്ഞു എന്നല്ല. അതാണല്ലോ ഇപ്പോൾ ഇനിയൊരു പുൽവാമ ഉണ്ടാകുമോ തെരഞ്ഞെടുപ്പിന് മുമ്പ് എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കരമായിട്ട് മിസ്ലീഡ് ചെയ്യല്ലേ? അല്ല, ഇതൊക്കെ എല്ലാവർക്കും ഉള്ള സംശയമല്ലേ? എല്ലാവരും എല്ലാ കാലത്തും ഉന്നയിക്കാറുള്ള കാര്യങ്ങളാണിത്. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഒരു യുദ്ധമുണ്ടാകും. ഇപ്പോൾ വാജ്പേയി കാർഗിൽ യുദ്ധം, ഇന്ദിരാഗാന്ധിക്ക് മറ്റേ ബംഗ്ലാദേശ് യുദ്ധം എന്നൊക്കെ പറയും. ഈ കോൺസ്പിറസി തിയറീസ് ചിലവാകുന്ന ഒരു സ്ഥലമാണ് ജനറലി ഇന്ത്യ, പ്രത്യേകിച്ച് കേരളം. ഗൂഢാലോചന ഇത് കേൾക്കുമ്പോൾ ആളുകൾക്ക് കൊള്ളാലോ, ഒരു കുറ്റാന്വേഷണ നോവൽ വായിക്കുന്ന പോലെ ഉണ്ട്. PC ജോർജിനെ പത്തനംതിട്ടയിൽ മത്സരിപ്പിക്കും എന്ന് പറഞ്ഞാൽ മത്സരിക്കാതിരിക്കുമോ എന്തെങ്കിലും ചെയ്യും. PC ജോർജിനെ മത്സരിപ്പിക്കാൻ ഗൂഢാലോചന എന്ന് പറഞ്ഞു. ഈ ഒരു എക്സൈറ്റ്മെന്റ് അതെ ഇത് കേരളത്തിൽ വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് ഗൂഢാലോചന, ഈ അഡ്ജസ്റ്റ്മെന്റ്, ദുരൂഹത, വിജയൻ ഒന്നും ചെയ്യാൻ പോണില്ലെന്ന്. ഇതൊക്കെ അഡ്ജസ്റ്റ്മെന്റ് അല്ലേ, ഗൂഢാലോചന, ഇവരൊക്കെ തമ്മിൽ എന്നൊക്കെ പറയും. ഇതിനൊന്നും ഒരു ലോജിക്ക് പോലും വേണ്ട. ഞാൻ പറയുന്നത് ചില വാക്കുകൾ മതി. തെളിവൊന്നും ഞാൻ ചോദിക്കുന്നില്ല. അതിൻ്റെ ലോജിക്ക് നിങ്ങൾ പറയുക. ഇന്ന കാരണങ്ങൾ കൊണ്ട് ഇത് പോസിബിളാണ്. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ഞാൻ സംസാരിക്കുമ്പോഴും ഞാൻ പറഞ്ഞു, ഞാൻ അഡ്ജസ്റ്റ്മെൻ്റ് എന്നല്ല പറയുന്നത്, അസ്വാഭാവികതയാണ് പറയുന്നത്. യു ക്യാൻ സേ അസ്വാഭാവികത നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാം. അതിനപ്പുറത്തേക്ക് ഗൂഢാലോചന എന്ന് പറയുന്നത് രോമാഞ്ചം വരുന്ന വലിയൊരു വിഭാഗം മലയാളികളുണ്ട്. അതിൽപ്പെട്ടതാണ് ഈ പറഞ്ഞ മീഡിയ വൺ ഇതുപോലെയൊക്കെയുള്ളവർ. അത് കണക്കാക്കണം. ഞാൻ പറയുന്നത് BJP-യുടെ കോമൺ ബിഹേവിയർ യൂസ് ചെയ്യും. അവർ ഒരാൾ എതിരഭിപ്രായം പറഞ്ഞു വലിയ ഫാസിസ്റ്റാണെന്നൊക്കെ പറയുന്നില്ലേ, ഈ ഫാസിസ്റ്റുകൾ ഈ പറഞ്ഞവരെ ഒന്നും പുറത്താക്കുന്നില്ല. ഫെയർ ക്രിറ്റിസിസം നടത്തിയ സുബ്രഹ്മണ്യൻ സ്വാമിയെ പുറത്താക്കുന്നില്ല. അൺഫെയർ ക്രിറ്റിസിസം നടത്തിയ സത്യപാൽ മലിക്കിനെയും പുറത്താക്കുന്നില്ല. ഇതിൻ്റെ ഈ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ കമ്മ്യൂണിസ്റ്റ് ലോജിക്കുണ്ട് കേരളത്തിലെ എല്ലാവർക്കും, ഇൻക്ലൂഡിങ് BJP, RSSലുള്ള പലർക്കും ഒക്കെ കമ്മ്യൂണിസ്റ്റ് ലോജിക്ക് അവരുടെ മനസ്സിൽ കിടപ്പുണ്ട്. എതിരഭിപ്രായം പറഞ്ഞു ഇതല്ല എന്ന് വലിയൊരു ഉദാഹരണം AK ആൻ്റണിയുടെ കാലത്താണ്. ഔദ്യോഗിക സ്ഥാനാർത്ഥിക്കെതിരെ കരുണാകരൻ വേറൊരു സ്ഥാനാർത്ഥി നിർത്തി രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ. കോടത്ത് ഗോവിന്ദൻ നായർ നിർത്തി. കോടത്ത് ഗോവിന്ദൻ നായർ തോറ്റു. അപ്പോൾ പത്രക്കാർ ആൻ്റണിയോട് ചോദിച്ചു, കോടത്ത് ഗോവിന്ദൻ നായരെയും പുറത്താക്കണം, കരുണാകരനെയും പുറത്താക്കണം, സ്പോൺസറിങ് എ റിബൽ കാൻഡിഡേറ്റ് ആൻഡ് സ്റ്റാൻഡിങ് ആസ് എ റിബൽ കാൻഡിഡേറ്റ്, ഈ കുറ്റത്തിന്. അപ്പോൾ ആൻ്റണി നിഷ്കളങ്കനായിട്ട് പറഞ്ഞു, അല്ല അതിന് ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലല്ലോ, കോൺഗ്രസ്സിൽ അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്, മത്സരിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. അദ്ദേഹം ധരിച്ചു അദ്ദേഹത്തിന് MLA-മാരുടെ പിന്തുണയുണ്ട് എന്ന് ധരിച്ചു. അതിനേക്കാൾ ഒരു 2 MLA-മാരുടെ കൂടുതൽ വോട്ട്
എനിക്ക് തോന്നുന്നു അന്ന് തെന്നനെയായിരുന്നു ഔദ്യോഗിക സ്ഥാനാർത്ഥി, ഐ ഡോണ്ട് റിമെമ്പർ. ഇദ്ദേഹത്തിന് കിട്ടി, അദ്ദേഹം ജയിച്ചു. അപ്പോൾ ആൻ്റണി ചോദിച്ചു, ഇതിൽ തെറ്റെന്താ? ഇതല്ലേ ജനാധിപത്യം, അതിലൊരു തെറ്റുമില്ല. യു ലുക്ക് അറ്റ് ഇംഗ്ലണ്ടിൽ മാർഗരറ്റ് താച്ചർ 3ാമത് അധികാരത്തിൽ വരുന്നു. പാർട്ടിക്കുള്ളിൽ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ മാർഗരറ്റ് താച്ചറിന് 74 വോട്ട്. അവർക്കെതിരെ മത്സരിച്ച ഐ തിങ്ക് മൈക്കൽ ഹെസൽടൈൻ, അങ്ങേർക്ക് 72 വോട്ട്. മാർഗരറ്റ് താച്ചർ പറഞ്ഞു 74-72 നിൽക്കുന്നു, 3ാമത്തെ തവണയാണ് ഞാൻ പ്രധാനമന്ത്രിയാകുന്നത്, ഇത് ശരിയല്ല. മൈക്കൽ ധാർമ്മികമായിട്ട് ജയിച്ചിരിക്കുന്നു, 2 വോട്ടിൻ്റെ ഭൂരിപക്ഷം പോരാ, എനിക്കത് ശരിയല്ല. മൈക്കിൾ പറഞ്ഞു തെരഞ്ഞെടുപ്പ് നടത്തിയ സ്ഥിതിക്ക് കൂടുതൽ വോട്ട് കിട്ടിയ ആൾ വേണം പ്രധാനമന്ത്രിയാകാൻ, അതുകൊണ്ട് മാർഗരറ്റ് തന്നെ ആവണം എന്ന് മൈക്കിളും പറഞ്ഞു. ഇതല്ലേ ജനാധിപത്യം? അതെ, ജനാധിപത്യത്തിൻ്റെ ഏറ്റവും മനോഹരമായ ഒരു വശമാണ്. ഇതിൽ തെറ്റെന്താ? ഇതാണ്. എന്നിട്ട് ആ മോദി ഫാസിസ്റ്റ് ഇവിടെ തുമ്മിയാൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയും കുലംകുത്തി എന്ന് വിളിക്കുകയും വെട്ടിക്കൊല്ലുകയൊക്കെ ചെയ്യുന്ന വിജയൻ ജനാധിപത്യ മതേതരത്വ ബാക്കി ഡാഷ് 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 ഇതെല്ലാം ക്വാളിഫിക്കേഷൻ ആ മനുഷ്യന്. അപ്പോൾ അത് യു ജസ്റ്റ് കനോട്ട് ഹാവ് എനി കമ്പാരിസൺ ബിറ്റ്വീൻ BJP's ഡെമോക്രാറ്റിക് ആറ്റിറ്റ്യൂഡ് വിത്ത് ദ സോ കോൾഡ് ഫാസിസ്റ്റ് പീപ്പിൾ. ഏതായാലും സത്യപാൽ മാലിക്കിൻ്റെ ഈ വെളിപ്പെടുത്തലും റെയ്ഡും ഒന്നും നമ്മുടെ മാധ്യമങ്ങളിൽ വാർത്തയേ ആയിട്ടില്ല. അത് അവരാ നരേഷൻ ഉണ്ടാക്കി വരുന്നതേ ഉള്ളൂ. 2 ദിവസം കഴിയുമ്പോൾ നാളെ നോക്കൂ ഇന്ത്യ മുന്നണി ജയിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് വരും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.